റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. സ്പേസ് ക്രാഫ്റ്റ് അഥവാ ബഹിരാകാശ വാഹനമോ മിസൈലുകളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ അതിന്റെ സഞ്ചാരത്തിനാവശ്യമായ ശക്തി ഒരു റോക്കറ്റ് എഞ്ചിനിൽ നിന്നും സ്വീകരിച്ചാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെയാണ് റോക്കറ്റ് എന്ന് വിളിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ കൊണ്ടാണ് ഒരു റോക്കറ്റിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ബഹിരാകാശ പേടകങ്ങൾ, സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹങ്ങൾ തുടങ്ങി ഒരു റോക്കറ്റ് വഹിച്ചുകൊണ്ടു പോകുന്ന പ്രധാന വസ്തുക്കളെ ക്യാരി ചെയ്യുന്ന റോക്കറ്റിന്റെ ഭാഗമാണ് പേലോഡ് സിസ്റ്റം. ഒരു റോക്കറ്റിന്റെ ദൗത്യം എന്താണോ അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും പേലോഡ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതാണ് ദൗത്യമെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കും പേലോഡിൽ ഉൾപ്പെടുന്നത്. സെൻസറുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഒരു റോക്കറ്റിനെ കൃത്യമായ പാതയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അടങ്ങിയ റോക്കറ്റിന്റെ ഭാഗമാണ് ഗൈഡൻസ് സിസ്റ്റം. ഒരു റോക്കറ്റിന്റെ ആന്തരിക വ്യാപ്തിയുടെയും ഭാരത്തിന്റെയും ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ഭാഗമാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം. പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള കമ്പോണന്റ്സ് റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് സഹായിക്കുന്നു. ഇത്രയും മാസീവായിട്ടുള്ള സിലിണ്ടറിക്കൽ മെറ്റാലിക് ട്യൂബിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് ലോഞ്ച് ചെയ്യാൻ ആവശ്യമായ വേഗത നൽകുന്നത് ഐസക് ന്യൂട്ടന്റെ തേർഡ് ലോയെ അടിസ്ഥാനമാക്കിയാണ്. തേർഡ് ലോ പ്രകാരം ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. റോക്കറ്റിനെ ലോഞ്ച് ചെയ്യാൻ നമുക്ക് ഈ നിയമത്തെ പ്രയോജനപ്പെടുത്താം. റോക്കറ്റ് എഞ്ചിനിലുള്ള ഫ്യൂവൽ ബേൺ ചെയ്ത് രൂപപ്പെടുന്ന ബൈ പ്രൊഡക്ട്സ് കൂടിയ വേഗതയിൽ റോക്കറ്റിന്റെ താഴ്ഭാഗത്തായി കാണുന്ന ബെൽ ഷേപ്പിലുള്ള നോസിലിലൂടെ റിലീസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ എക്സ്ഹോസ്റ്റിനെ റോക്കറ്റ് താഴേക്ക് പുഷ് ചെയ്യുന്ന കാരണത്താൽ എക്സ്ഹോസ്റ്റ് റോക്കറ്റിനെ തിരിച്ചും പുഷ് ചെയ്യുന്നതിലൂടെ കൂടിയ വേഗതയിൽ റോക്കറ്റ് വിക്ഷേപിക്കപ്പെടുന്നു. ഒരു റോക്കറ്റ് ഉയർന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗങ്ങൾ ഓരോന്നായി സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും അവ ഓഷനിൽ പോയി പതിക്കുകയും ചെയ്യുന്നു. ശേഷം സ്പേസ് ക്രാഫ്റ്റ് അതിലുള്ള എഞ്ചിന്റെ സഹായത്താൽ അതിന് എത്തേണ്ട ഓർബിറ്റിലേക്ക് എത്തിച്ചേരുന്നു.